ഹായ് ഗേസ് ചെങ്കളെ എങ്ങനെയുണ്ട് ഈ നീലാകാശം കാണാൻ അത്ര ഭംഗിയല്ലേ? ഈ ഭംഗിയും കൂടി ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ സൗദി കോസ്റ്റ് വേ വരെ പോകട്ടെ. ഞാനും നമ്മളെ ചങ്ങായും കൂടിയിട്ട് നാട്ടിലൊക്കെ ബസ്സും ട്രാവലറൊക്കെ ടൂർ എടുത്ത് പോകുന്ന പോലെ പോകുന്ന പോക്കിൽ ചായ അടിക്കാൻ പേര് ചില്ലും കൂട്ടിയുള്ള കടകൾ കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. അപ്പോൾ നമ്മൾ പോകുന്നത് റഫേലാണ്. റഫേലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ക്ലോക്ക് റൗണ്ട് ഔട്ടാണ് നമ്മുടെ സിഗ്നേച്ചർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി നേരെ സൗദിയിലോട്ടാ. 10-25 കിലോമീറ്ററോളം കടലിൻ്റെ നടുവിലൂടെ പോകുന്ന സൗദി പാലം, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബട്ട് നമ്മൾ ബഹ്റൈനിൽ മാത്രം നിൽക്കുന്നുള്ള അക്കരെ പോകുന്നില്ല. പോകുന്ന പോക്കിലൊരു പാലസ് ഇങ്ങനെ കണ്ടു. ഞാൻ വീടെടുക്കാൻ പാടില്ലെന്നൊന്നും അറിയില്ല, കണ്ടപ്പോൾ ഒന്ന് എടുത്ത് ഷൂട്ട് ചെയ്തെന്ന് കാണിച്ചിരുന്നു. ആ കാണുന്ന പാലാണ് സൗദിയുടെ ഭാഗങ്ങളായിട്ടുള്ളത്. നമ്മളെ ബഹ്റൈൻ്റെ ഭാഗങ്ങൾ ഈ കാണുന്ന ടവറില്ല, ആ ടവറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് പാസ്പോർട്ടും വിസയും വേണം. അതില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കി ജസ്റ്റ് ഇവിടെ കാഴ്ചകളും കുറച്ച് ഫോട്ടോസും ചെറിയ വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടി ഒന്ന് ചെറുങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരു വീക്കെൻഡൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് അടിച്ചു പൊളിക്കണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇവിടുത്തെ സൂര്യാസ്തമയം കണ്ട് നേരെ ഇവിടുന്ന് മരുന്ന് സ്കെച്ചിൽ ഒറ്റപ്പെടൽ. അപ്പോൾ പോകുന്ന പോക്കിലാണ് നമ്മൾ 2 മൈനകളെ കണ്ടത്. മൈനകളെ കാണുമ്പോൾ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്തുണ്ടല്ലോ, ഒന്ന് കണ്ടാൽ നമുക്ക് സങ്കടം, 2 കണ്ട സന്തോഷം. അതൊക്കെ പഠിക്കുക കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഈ കാണുന്നതോടാണ് ഫസ്റ്റ് എൻട്രി. ഇവിടുന്ന് 2.5 വീഡിയോ എടുത്ത് കൊടുത്തിട്ട് നമ്മളൊരു പാസ് എടുക്കണം ഒരു വണ്ടിക്ക്, ആളുകൾക്കല്ല ഒരു വണ്ടിക്ക്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് കാണാം, വീണ്ടും ഷെയർ ചെയ്യുക.